നീ എവിടെങ്കിലും പോണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ കൊണ്ടുപോകണോ? ഇപ്പൊ ഒരു പുലി വന്നുണ്ടാക്കും. കൊടകിലുണ്ടായിട്ട് ഇറുപ്പു ഫാൾസ് കാണാത്തതിന് ഞാൻ മാത്രമേ എന്നാൽ പിന്നെ കണ്ടേക്കാ. നമ്മളടുത്തുനിന്ന് പിന്നെ എന്തിന് 75 വെച്ച് മേടിച്ചത് 150 രൂപ മേടിച്ചതിന്? ഇതിൽ 100 ടിക്കറ്റ്. വാഹനങ്ങളിനൊഴുകുന്ന ശുൽക്ക ഏരിയ പൊളി. ഞാൻ ആദ്യമായിട്ടല്ലേ ഞാൻ അടയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഇവന്റെ ಇನ್ನೊಂದ್ಸಲಿ ವಾಪಸ್ ಬರಲೇಬಾರ್ದು ಅಂತ ಜಾಗಕ್ಕೆ ಹೋಗೋಣ. അത് മഴക്കാലത്ത് കാണാം, വേറെ ഫീല. നനഞ്ഞ് കൊണ്ടിറങ്ങി വരണം. ഞാൻ ഹെൽമെറ്റ് ഇടട്ടെ. ഞാനെന്തിരി ഹെൽമെറ്റ് ഇട്ട് നടക്കുന്നേ? നീ അല്ലാതെ പിന്നെ ആരടാ? ബാ ഇച്ചു പറയുന്നേ, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇച്ചു പറയുന്നേ എല്ലായിടത്തേക്കും ഇച്ചു തന്നെ എന്നെ കൊണ്ടുവരണമെന്ന്. അപ്പൊ ഇച്ചുവിന്റെ ഡയലോഗ് ഇച്ചു പറയണ്ടേ? അല്ല, പക്ഷെ എന്റെ ഡയലോഗ് ഞാൻ പറയണ്ടേ? നീ ഇല്ലാതെ ആരും പിന്നെ എനിക്കില്ലത്. ആ മറ്റു ഡയലോഗ് എങ്ങനെയായിരുന്നു? ഞാനല്ലാണ്ട് പിന്നെ ആയിരുന്നു, അത് ഇച്ചു പറയണോ? പക്ഷെ ഇച്ചു പറയുന്നേ, നീ എവിടെങ്കിലും പോണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ കൊണ്ടുപോകണോ? പറ. ഞാനിതെന്തായാലും പോസ്റ്റ് ആക്കും, ഉറപ്പായിട്ട് ഞാനിത് പോസ്റ്റ് ആക്കും. പറയും ഞാനല്ലാണ്ട് പിന്നെ ആരെന്ന് പറയും. കൊടകിലുണ്ടായിട്ട് ഇറുപ്പ് ഫാൾസ് കണ്ടിട്ടുള്ളൂ, അറിയുന്നില്ല. എനിക്ക് അറിയുന്നല്ല ഉണ്ടായി, എനിക്ക് അറിയാടൊന്നുമില്ല. ഞാൻ പക്ഷെ വന്നിട്ടാന്നേ ഉള്ളൂ. ഇറുപ്പു ഫാൾസ് കൊടകിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ വന്നിട്ടുണ്ടായിട്ടാന്നേ ഉള്ളൂ. ഇറുപ്പു ഫാൾസ് എവിടെ വെച്ചപ്പോ മടിക്കേരി എന്ന് പറഞ്ഞ ആളാ. എപ്പോ പോലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. എന്തിനും പറഞ്ഞ കളു പറയുന്നത്? കൊടകില് കുളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫാൾസാണ് കൊടകില്. മഴക്കാലത്ത് വരെ കുളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫാൾസ്. ഹെൽമെറ്റ് പിടിച്ച് വെച്ച് കഴിയുമ്പോൾ വെള്ളം ഉണ്ടായാൽ മതി. മഴക്കാലം എന്നിട്ടൊരു കാര്യമില്ല, ഒരു മഴയില്ലടെ. കുറേ ഇങ്ങനെ നടക്കണം. നടക്കുന്നതിൻ്റെ സൈഡിലെല്ലാം അപ്പുറം ഇപ്പുറമെല്ലാം ആ ഫാൾസിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാം കേട്ടോ. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് മേലെ കയറാനായി. പാമ്പേഴ്സ് ആണ്, ഫുള്ള് പാമ്പേഴ്സ്. നമ്മളെ കൊടകിൽ തന്നെ കുറച്ച് ഫേമസ് ആയ ഫാൾസ് കേട്ടോ, ഇറുപ്പ് വാട്ടർ ഫാൾസ് വരുന്നത്. ഇത് ഞാൻ 2-3 വട്ടം വരണമെന്നല്ല പ്ലാൻ ആക്കിയിട്ടില്ല, ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഇറുപ്പ് ഫാൾസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്സും കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വഴിയുണ്ട്, കുറേ സ്റ്റെപ്സ്, അതുപോലെ നടക്കാനുള്ള വഴി. ഇതേ രീതിയിൽ ഇങ്ങനെ നടന്ന് നമ്മൾ കൊടിയിലേക്ക് എത്തണം. കൊടിയിലേക്ക് എത്തിയിട്ടാകുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതിന് കൊണ്ട് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായി. ഇതൊരു ട്രക്കിംഗ് സ്പോട്ട് പോലെ തന്നെ ആയാലും ഇങ്ങനെ നടന്നിട്ട് പോന്നേ. വെറുതെ അല്ല ഞാനിർക്ക് പരാസം ഇങ്ങനെ നടക്കാനുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് വരട്ടെ. അല്ലെങ്കിൽ ഞാൻ പണ്ട് അട്ടനൊന്നും നമുക്ക് വഴിയില്ല. ഇങ്ങനത്തെ സ്റ്റെപ്പ് വരാനുണ്ട്. ഇങ്ങനത്തെ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ നേരിച്ച് ഇപ്പത്തും എന്നിട്ട് കയറുന്നു, പക്ഷെ എങ്കിൽ എത്തിയിട്ടില്ല. എൻ്റെ കാലിന് പണി കിട്ടി. അപ്പം ഞാൻ പിന്നെ ബടിയും കുത്തി നടത്താം കേട്ടാ. ഏകദേശം എത്താനായിന്, പക്ഷേ എങ്കിൽ എനിക്ക് കുറേ സ്റ്റെപ്പ് കയറ്റുമ്പോൾ കാലുമ്പലായി. പിന്നെ ഞാൻ വടിയും കുത്തി നടക്കാറുണ്ട്. അപ്പം നമ്മളെ എൻട്രൻസ് ഇവിടെ കാണിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എത്തും, പക്ഷെ എവിടെ എത്തിയിട്ടില്ല. ഇനിയും കുറേ നടക്കാനുണ്ട്. ഞാൻ ഇപ്പത്തും എന്നിട്ട് ഞാൻ കോലും ചാടി വെക്കുമ്പോൾ ഇനിയും എത്തിയിട്ടില്ല. പിന്നെയും ആ വടിയെടുത്ത് പിന്നെയും നടക്കാൻ തുടങ്ങി. ഉണ്ടാവില്ല വിചാരിച്ച് മഴ കുറഞ്ഞതുണ്ട്, പക്ഷെങ്കിൽ വെള്ളം നല്ല ഉണ്ട് കേട്ടോ. പക്ഷെ കുറേ നടക്കണം, കുറേ നടന്നിട്ട് വന്നേ. വരുന്ന ആൾക്കാർക്ക് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ സമാധാനം ആവില്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ കണ്ട വ്യൂവിൻ്റെ മുകളിലോട്ടും കൂടി കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് നല്ലതായിപ്പോയി, സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അത് കയറിയിട്ട് കുറച്ചും കൂടി അതിന് നല്ല വ്യൂവും കൂടി കാണാം കേട്ടോ. അങ്ങനെ ആ സ്റ്റെപ്പും കൂടി കയറി കൊടിയോട്ട് എത്തി. അപ്പോൾ അടിപൊളി കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അബി ഫാൾസിലും പോയിട്ടുണ്ട്, പക്ഷേ അബി ഫാൾസിനും കാട്ടി ഇത് അടിപൊളിയായിട്ടുണ്ട്.
മേലെ അടിപൊളി അല്ലേ? ഷോപ്പിൽ ആൾക്കാരുണ്ട്, ഷോപ്പിൽ ആൾക്കാരുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഉണ്ട് ഇടാ, എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു പുലി വന്നാ ഉണ്ടാക്കും, ഇപ്പൊ ഒരു പുലി വന്നാ ഉണ്ടാക്കും. ആ സംഭവം അടിയല്ലോ, ടോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ ടോപ്പിലേക്കൊന്ന് കയറാൻ തന്നിട്ടില്ല. ഒന്നാമത്തെ അപകടമാണ് അതിനുണ്ട്. ആ ടോപ്പിലേക്ക് കയറാനുള്ള ധൈര്യം നമുക്കില്ല, കയറാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ടോപ്പിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം ഇതായതുകൊണ്ട് നല്ല വൈകാനുള്ള, അതായത് ജാരി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വെറുതെയെങ്കിലും അവിടെ പോയിട്ട് റിസ്ക് എടുക്കണ്ട. നമുക്ക് കാണാനുള്ള കാഴ്ച ഉടനെ തന്നെ കാണാൻ പറ്റും. നമ്മൾ കണ്ട് അവിടെ നിന്ന് റിട്ടേൺ മടങ്ങി. എല്ലാ തരഹത്തെ ഗൊബ്ബറ മാറാട്ടൊക്കെ ഇതെന്നോ ഇവിടെയോ? ആ ഏരിയത്തിൽ പിന്നെ നെറ്റ്വർക്കേ കിട്ടൂല കേട്ടോ. നെറ്റ്വർക്ക് ഒട്ടും ഇല്ലാത്ത ഏരിയയാണ്. പക്ഷേ എങ്കിൽ നെറ്റ്വർക്ക് നിങ്ങൾ കേട്ടോ നമുക്ക് പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാഴ്ച കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന്. മഴ കൂടിയാൽ ഇനിയും നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. മഴ കൂടിയാൽ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ, ആ ചെറിയ അപ്പുറം ഇപ്പുറം കാണുന്ന പുഴ പോലത്തെ അതൊക്കെ റോട്ടിലേക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു കഫേ ഉണ്ട് അവിടെ. അതായത് നല്ല ചൂട് ചായ, കോഫി, മാഗി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ചെറിയൊരു ടീ ഷോപ്പ് പോലത്തെ കഫേ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം. മാഗി ഉണ്ട്. മാഗി വേണോ? മാഗി ഒന്ന് മാഗി പൊടി, ഒന്ന് മാഗി, കോഫി. ടീ കോഫി ടീയാ? ലെമൺ ജ്യൂസ് ഉണ്ട്, ജ്യൂസ് വേണ്ട. ബ്ലാക്ക് ടീ ഹോർലിക്സ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്. ബ്ലാക്ക് ടീ ഇതിയാ? ആ ಒಂದು ಬ್ಲ್ಯಾಕ್ ಟೀ, ಒಂದು ಲೆಮನ್ ಜ್ಯೂಸ್, ಒಂದು ಮ್ಯಾಗಿ. ಲೆಮನ್ ಜ್ಯೂಸ್ ಶುಗರ್ ಕಮ್ಮಿ ಮಾಡಿ, ಲೈಟ್ ಸಾಕು. ഷെഹറാബാനുണ്ട് ചൊറി. എൻ്റെ ഫോട്ടോസ് എല്ലാം ഇങ്ങോട്ട് അയച്ചാൽ. നിന്റെ ഫോട്ടോസ് ആരയച്ചായിരുന്നു? നോമോസ് ഫോട്ടോസ്. നെറ്റ്വർക്ക് ഇല്ലാണ്ട് എങ്ങനെ? ഞാൻ ചാറ്റ് ഫുൾ സെറ്റാക്കട്ടെ. കോഫി, ടീ, ചക്ക ഉണ്ട്. ഇതെന്തിൻ്റെ? ഇത് പൊട്ടേറ്റോ. ചക്കൻ്റെ എടുക്കട്ടെ. പിന്നെ ഇതാ വേണ്ടേ? കായ് ചിപ്സ്. ഇതൊന്ന് മേടിക്കട്ടെ. ನೀವು ಇಲ್ಲೇ ಇರೋರಾ? ಅವ್ನು ಸಿದ್ದಾಪುರ. ಗೊತ್ತಿದೆಯಾ ಸಿದ್ದಾಪುರ? കുറച്ച് കഴിഞ്ഞാൽ പെരേത്തെ അഡ്രസ്സും കൂടി കൊടുക്കും. ಗೋಣಿಕೊಪ್ಪದಿಂದ ಆ ಕಡೆ. ಇವನು ನೋಡಿಲ್ವಾ? ಕೂರಿದ ಬ್ಲಾಗರು. ഇത് തിന്നാനുള്ള പ്രശ്നം പല്ലിലെല്ലാം ഒട്ടു. അതൊരു പ്രശ്ന. അപ്പൊ ചക്ക എങ്ങനെ ഒട്ടൂല. ഇതൊട്ടു. ഇത് 100 രൂപ. അതെന്തിന് ഫുൾ എടുക്കുന്നത്? എടുത്തിട്ട് പെരക്ക് പോയാൽ ആലോചിച്ചിട്ട് അറിയോ? എന്തായാലും നിന്റെ കൂടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല, എന്റെ ക്യാഷ് വർക്ക് ചെയ്യുള്ളൂ ഇവിടെ. നമ്മൾ പഠിക്കണ്ടേ? ഞാൻ അപ്പുറം വരട്ടെ. നിങ്ങൾ കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലേ? സൗത്തിലാ? വെച്ചിടാൻ സുഖമല്ല കാറ്റ്. അതൊരു അമ്പലമാണോ? ഒരു അമ്പലം ടെമ്പിളാ. ഇതെവിടെ ടെമ്പിൾ ഉണ്ടല്ലോ മറ്റേ ഭരണ വെക്കണ്ടേ? ഇത് ഭരണം വെക്കണ്ട. ഇതെന്താ മുന്നിൽ മരത്തിൻ്റെ ആലിമരത്തിൻ്റെ കുറച്ചെല്ലാം മാഗി ആയിരിക്കും കഴിക്കാം. നോമോർ മാഗി. ആ ലൈറ്റപ്പുള്ള ഞാൻ ആയിട്ട് സാറേ നേരെ വരാം. ಇನ್ನು ನೇರ ಬರ್ಕ. ಏನದು? 50 ರೂಪಾಯಿ. ಏನಿದು? ಏನು ಮೆಣಸಿನ್ಕಾಯಿ? ಎಂತ ಮೆಣಸಿದು? ಹಾಂ, ದೊಡ್ಡ ಮೆಣಸಿನ್ಕಾಯಿ. ಎಷ್ಟಿದೆ ಒಂದು ಪ್ಯಾಕೆಟು? 50. ನಿನ್ನ ಹೆಸರೇನು? ಹಾಂ,
സഞ്ജയ് അത് കൊടുക്കണ്ട, വേറെ കൊടുക്ക. 100 കൊടുക്ക. ಇನ್ನೊಂದು ಪ್ಯಾಕೆಟ್ ಕೊಡು. ബൈ. ആ കുട്ടീൻ്റെ ഒരു സന്തോഷം നോക്കാം. അത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. ഇനി ഏതായാലും അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.